മലപ്പുറത്തെക്കുറിച്ച് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പരാമർശത്തെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം സംസാരിക്കുന്നത്. നിലമ്പൂർ ചന്തക്കുന്നിൽ എസ്.എൻ.ഡി.പി യോഗം കൺവെൻഷനിൽ സംസാരിക്കവെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വിദ്വേഷ പരാമർശമുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചും സ്വന്തമായി അഭിപ്രായം പറഞ്ഞും ജീവിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഒരു പ്രത്യേക രാജ്യമാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്. ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ്. അവർക്കിടയിൽ ഭയന്നാണ് ഈഴവർ കഴിയുന്നത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. കഴിഞ്ഞില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അതിൻ്റെ യാതൊരു ഗുണവും മലപ്പുറത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർക്കായി സ്കൂളില്ല, കോളേജില്ല, യാതൊന്നുമില്ല. ആകെ ഈഴവർക്കായുള്ളത് തൊഴിലുറപ്പ് മാത്രമാണ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം. എന്തായാലും ഇത് വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നായി വെള്ളാപ്പള്ളിക്കെതിരെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ വന്നിട്ടുണ്ട്. ഉടൻ തന്നെ അതിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ദാവൂദ് സർ, വെള്ളാപ്പള്ളിയുടെ ആ വാക്കുകൾ അത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട്, എന്തുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്, അല്ലെങ്കിൽ എന്തടിസ്ഥാനമാക്കിയാണ് അങ്ങനെ ഒരു പരാമർശം മലപ്പുറത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടാവുക? ഈ നമ്മളൊരാളെ ഫോണിൽ വിളിച്ചിട്ട് ഹലോ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കേൾക്കാതെ അയാൾ കേൾക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെയാണ് ഇദ്ദേഹം മലപ്പുറത്ത് വന്നിട്ടാണ് പറയുന്നത് മലപ്പുറത്ത് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റണില്ല. ആ ഒരു പ്രശ്നമുണ്ടല്ലോ. അദ്ദേഹം അത് പറഞ്ഞിട്ട് അദ്ദേഹം മൈക്കിലാണ് പറയുന്നത്, പരസ്യമായിട്ടാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും മലപ്പുറത്ത് തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പറയുന്നതിൽ വളരെ പ്രാഥമികമായ യുക്തിരാഹിത്യം പോലും ചിന്തിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല. പിന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മനുഷ്യൻ ഈ ജാതി അഭിപ്രായ പ്രകടനങ്ങൾ മുമ്പ് ധാരാളം നടത്തിയിട്ടുണ്ട്. വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന സ്വഭാവത്തിലുള്ളത്. ഒരു നൗഷാദ് എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ മാൻഹോളിൽ ഇറങ്ങി ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ വർഗീയമായി കണ്ട് അതിനെതിരെ പ്രസ്താവന നടത്തിയ ആളാണ്. അന്ന് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് കേസ് ഉണ്ടായതുകൊണ്ടൊന്നും അദ്ദേഹം അടങ്ങിയിട്ടില്ല. ആ സ്വഭാവത്തിലുള്ള പ്രസ്താവനകൾ പലവട്ടം നടത്തിയിട്ടുണ്ട്. പിന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെക്കുറിച്ച് ഇത് ആദ്യമല്ല. ഇതിനേക്കാൾ മാരകമായ പ്രസ്താവനകളും ലേഖനങ്ങളും ടെലിവിഷൻ പ്രോഗ്രാംസൊക്കെ ധാരാളം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭൂമി പത്രം അധികമൊന്നും വൈകാതെ, അധികം പുറകോട്ടല്ല, കൊടുത്തൊരു വാർത്തയുടെ തലക്കെട്ട് ചെന്നൈയിൽ നിന്നുള്ള വാർത്തയാണ്. കള്ളനോട്ടുമായി മലപ്പുറം സ്വദേശിയടക്കം 4 പേർ പിടിയിൽ എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. ഈ വാർത്തയിൽ വസ്തുതാവിരുദ്ധമായ വല്ല കാര്യമുണ്ടോ, തെറ്റുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ചെന്നൈയിൽ നിന്ന് കള്ളനോട്ടുമായി 4 ആളുകൾ പിടിയിലായിട്ടുണ്ട്. അതിലൊരാൾ മലപ്പുറം സ്വദേശിയാണ്. പക്ഷെ ബാക്കി 3 ആളുകളുണ്ടല്ലോ, അവർക്ക് സ്വദേശമില്ലേ, അവർ ബഹിരാകാശ ജീവികളാണ്. അപ്പോൾ ഒരാൾ മലപ്പുറം ജില്ലയാകുമ്പോൾ അത് സവിശേഷമായിട്ട് തലക്കെട്ടിൽ തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് അത് സ്വാഭാവികമായിട്ടങ്ങ് സംഭവിച്ചു പോവുകയാണ്. അതുണ്ട്, അത് വളരെ നോർമലൈസ്ഡ് ആയുള്ളൊരു കാര്യമാകുന്നു. ഇപ്പോൾ കോൺഗ്രസ് വേദികളിലെ താരസാന്നിധ്യമായിട്ടുള്ള സന്ദീപ് വാര്യർ ശ്രദ്ധിക്കപ്പെടുന്ന എപ്പോഴാണ്? മലപ്പുറം ജില്ലയോട് ചേർന്ന പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ആന ചെരിഞ്ഞു. എന്തോ പൈനാപ്പിൾ തിന്നുന്നു, അതിൽ പടക്കമുണ്ട്. അപ്പോൾ അത് മലപ്പുറം ജില്ലയിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ട്വീറ്റോ ഫേസ്ബുക്ക് പോസ്റ്റോ എന്തോ ഈ നാഷണൽ മീഡിയ അത് മൊത്തം ഏറ്റെടുത്തു. മനേകാ ഗാന്ധി ഇടപെട്ടു. ദേശീയ തലത്തിൽ വലിയ വാർത്തയായി. നോക്കുക, ഒരാന അങ്ങനെ മലപ്പുറത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക. അത് മൃഗങ്ങളോടുള്ള ക്രൂരത എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് അത് അത്രയും വലിയൊരു ഇതായെന്ന് വെച്ചാൽ ഇത് മലപ്പുറം ജില്ലയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ആ തരത്തിലാണ് ഈ സംഗതി പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജേർണലിസം കരിയറിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന അസൈൻമെൻറ്റ്, ഒരു ഫീച്ചർ ചെയ്യാനുള്ള അസൈൻമെൻറ്റ് എന്തായിരുന്നു ചോദിച്ചാൽ, ഞാനന്ന് മലപ്പുറത്ത് ട്രെയിനായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. മലപ്പുറം ജില്ലയിൽ മുമ്പൊക്കെ ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾ PSC പരീക്ഷ എഴുതുന്ന പതിവ് വളരെ വളരെ കുറവായിരുന്നു. അപ്പോൾ അവിടെ ഈ സർക്കാർ സർവീസിൽ മഹാഭൂരിപക്ഷം ഉണ്ടാകുക പുറം ജില്ലകളിൽ നിന്ന് വന്ന ആളുകളാണ്. കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നൊക്കെ വന്നിട്ട് മലപ്പുറത്ത് വന്ന് PSC പരീക്ഷ എഴുതി അവിടെ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ധാരാളക്കണക്കിന് ആളുകൾ അവരുടെ സർവീസിന് ശേഷം അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകാതെ
മലപ്പുറത്ത് വസ്തു വാങ്ങി വീട് വെച്ച് കുടുംബസമേതം താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്, സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ ചെയ്യുക എന്നുള്ളത് എനിക്ക് കിട്ടിയ ഫസ്റ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അവരിലെല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്തേക്ക് പോവുകയാണ്. അവർ ജോലി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരുടെ ബന്ധുക്കളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് അവർ കേൾക്കേണ്ടി വന്ന ഭീതിതമായിട്ടുള്ള സംസാരങ്ങൾ. മലപ്പുറത്തേക്കാണോ പോകുന്നത്? ഈ മട്ടിൽ സംസാരിക്കുക. അതിൽ ഒരു സ്ത്രീ എന്നോട് സംസാരിച്ച് ഇപ്പോൾ ഓർമ്മയുണ്ട്. അവർ പട്ടാമ്പി വഴിയാണ് വരുന്നത്. പട്ടാമ്പിയിൽ ട്രെയിൻ ഇറങ്ങി ബസ് വഴി പുലാമന്തോൾ പാലം കടക്കുമ്പോൾ അവർ ബസ്സിൻ്റെ വശത്തെ സീറ്റിലിരുന്നിട്ട് അവർ റോഡ് സൈഡിലേക്ക് നോക്കുകയാണ്. അവരുടെ കണ്ണുകൾ അവരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ അരയിൽ അരപ്പട്ടയും മലപ്പുറം കത്തിതിരികിയ അരപ്പട്ടയും കൈലി മുണ്ടുകൊടുത്ത ഒരാൾ, അയാൾ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ കണ്ണുകൾ. അപ്പം അവരുടെ മനസ്സിൽ ഇമേജ് അതാണ്. ഒരു മലപ്പുറം കത്തിയുമായി അരപ്പട്ട കെട്ടി ആ കത്തി തിരികെ വെച്ച് നടക്കുന്ന, കൈലി മുണ്ടെടുത്ത് നടക്കുന്ന ഒരാൾ. അങ്ങനത്തെ ആളുകളുണ്ടാവും റോട്ടിൽ നിറയെ. അതാണ് അവർക്ക്. ആ കത്തിയുമായി നടക്കുന്ന ആ മനുഷ്യനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ കണ്ണുകൾ. പക്ഷേ ഒരാളെ പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ ദ വെരി മൊമെൻറ്റ് ഷി എൻറ്റേഴ്സ് മലപ്പുറം, അപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ സംഗതികളുണ്ടല്ലോ, അപ്പോൾ അതവിടെ പൊളിയാണ്. അപ്പോൾ അന്ന് മുതൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പൊളിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു എന്താ പറയുക റിവേഴ്സ് ആക്ഷൻ ഉണ്ടല്ലോ, റിവേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം. അതാണ് അവർ സംഭവിച്ചത്. അവർ മലപ്പുറത്തുകാരിയായി മാറി. ഇങ്ങനെയുള്ള ഡസൻ കണക്കിന് ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള നറേറ്റീവ് പുതിയ കാര്യമൊന്നുമല്ല. മലപ്പുറം ജില്ലാ രൂപീകരണത്തോടു കൂടിയുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ദിവ്യ, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എത്ര പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഓരോ വർഷവും പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. എനിക്കൊന്ന് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ വർഷം അവിടെ ഉള്ള ജില്ലകളുടെ ഇരട്ടിയോളം ജില്ലകൾ രൂപീകരിച്ചു. അതൊരു സാധാരണ പ്രക്രിയയാണ് ജില്ല ഫോം ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ കേരളത്തിൽ വലിയ സമരം നടന്നിട്ടുണ്ട്. ആ സമരം സംഘപരിവാരം മാത്രമല്ല നടത്തിയത്, ഗാന്ധിയന്മാർ നടത്തിയിട്ടുണ്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആളുണ്ടല്ലോ, അങ്ങേരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണ്? മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായുള്ള സമരമാണ്. ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ ദേശീയ മുസ്ലിം മുഖമാണ്. പുള്ളിയുടെ പ്രധാനപ്പെട്ട സംഭാവന എന്താണ്? മലപ്പുറം ജില്ലക്കാരനാണ് പുള്ളിയെന്ന് മനസ്സിലാക്കണം. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനായ സമരം അതെന്താ? പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എത്രയധികം ജില്ലകൾ പുതുതായി വന്നിട്ടുണ്ട്. അതിനെതിരെ ഒന്നും ഒരു ജില്ലാ രൂപീകരണ വിരുദ്ധ സമരം എവിടെയും നടന്നിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ നടക്കുന്നു. അത് വിചിത്രമായൊരു കാര്യമല്ലേ? ഇപ്പോൾ ഒരു ജില്ല രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഇത്ര ഇതായിട്ടുള്ളത്? ഒരു ഗവേണൻസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണല്ലോ ജില്ലകളും താലൂക്കുകളൊക്കെ രൂപീകരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ജില്ല രൂപീകരിക്കുമ്പം അത് ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ മലപ്പുറം വിരുദ്ധത എന്ന് പറയുന്നത്. അത് നിരന്തരം തുടരുന്നുണ്ട്. അത് മുസ്ലിം അധിവാസ കേന്ദ്രങ്ങൾ, മുസ്ലിങ്ങൾ ധാരാളക്കണക്കിന് താമസിക്കുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എല്ലായിടത്തുള്ള പ്രശ്നമാണ്. അപ്പോൾ അസംഗഡ് എന്ന് പറയുന്ന പ്രദേശത്തെ ആദംഘട്ട് എന്നാണ് BJPക്കാർ വിളിക്കുക. ആദംഘട്ട് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ പ്രദേശം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആസംഗഡിനെതിരെ, അലിഗഡിനെതിരെ കേരളത്തിലെ MR അജിത് കുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഷാഹീൻ ബാഗിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്നുള്ള ഓൺ റെക്കോർഡ് ഇവിടെ ഉണ്ട്. ഷാഹീൻ ബാഗ് എന്നാണ് അയാൾ വരുന്നത്, അതേതാണ് സ്ഥലമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം, ഈ വിജയരാഘവൻ പറഞ്ഞത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം ഇന്ത്യയിൽ എല്ലായിടത്തുള്ളതാണ്. എന്ന് മാത്രമല്ല ഈ പറയുന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ അതേക്കുറിച്ച് സവിശേഷമായി പറയുന്നുണ്ട്. അത് അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് വിചിത്രമായിട്ട് തോന്നും. അതിലൊരു നിരവധി റെക്കമെൻഡേഷൻസ് അതിനകത്തുണ്ട്. അതിൽ ഒരു റെക്കമെൻഡേഷൻ എന്താ അറിയോ? പൊതുമേഖലാ ബാങ്കുകൾ
മുസ്ലിം അധിവാസ കേന്ദ്രങ്ങളിൽ അവരുടെ ബ്രാഞ്ചുകൾ തുടങ്ങണം എന്നാണ്. നോക്കൂ, ഒരു പ്രൈം മിനിസ്റ്റർ നിയോഗിച്ച ഒരു കമ്മീഷന് ഇങ്ങനൊരു റെക്കമെൻഡേഷൻ നടത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിചിത്രമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ റെക്കമെൻഡേഷൻ വന്നറിയില്ലേ? ഈ മേഖലകളിൽ പൊതുമേഖല ഇത്തരം പ്രദേശങ്ങളിൽ ബാങ്കുകൾ ബ്രാഞ്ച് ഇടുന്നില്ല, അവർ ഇടുന്നില്ല. നോക്കൂ, സാധാരണഗതിയിൽ ഒരു ബാങ്കിന് ബിസിനസ് ഉണ്ടാവാൻ ധാരാളം സാധ്യതയുള്ള പ്രദേശങ്ങളായിരിക്കും. കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഈ സംരംഭകത്വം ധാരാളം ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകൾ അവരുടെ ബ്രാഞ്ച് ഇടുന്നില്ല. അതുകൊണ്ട് ഇവരുടെ റെക്കമെൻഡേഷനായത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഒരു നെററ്റീവ് എന്നുള്ള നിലയിൽ ആളുകളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രസംഗങ്ങളിൽ മാത്രമല്ല, ഭരണകൂടത്തിൻ്റെയും ഭരണകൂട സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്ന് പോലും ഈ നിലക്കുള്ള വിവേചനപരമായ അല്ലെങ്കിൽ മുൻവിധി നിറഞ്ഞ സമീപനങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം കാണാൻ പറ്റും. അപ്പം അതിൻ്റെ തുടർച്ചയിൽ നിരന്തരം വർഗീയത പ്രസംഗിക്കുന്ന ഒരാൾ അയാളുടെ ഒരു പതിവ് ശൈലി അങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിന് മറുപടി പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചാൽ മലപ്പുറത്തെ SNDP യൂണിയനാണ്. കാരണം അവരുടെ സമ്മേളനത്തിൽ വന്നിട്ടാണ് ഇയാൾ പറയുന്നത് മലപ്പുറം വേറൊരു രാജ്യമാണ്, ശ്വാസം മുട്ടിയാണ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം, അങ്ങനെയാണോ അവരവിടെ ജീവിക്കുന്നത് എന്ന് അവരാണ് വ്യക്തമാക്കുന്നത്. മലപ്പുറത്തുകാർ നിലമ്പൂരിലെ ഈ മലപ്പുറത്തെയും SNDP യോഗം നേതാക്കൾ തടഞ്ഞു നിർത്തി ചോദിക്കണം, നിങ്ങളിങ്ങനെയാണോ ഇവിടെ ജീവിക്കുന്നത്? അതിനത് പരിഹരിക്കണമല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ഒരു വിഭാഗം ആളുകൾ അവർ ശ്വാസം മുട്ടി ജീവിക്കുകയാണ്, അവർ അഭിപ്രായം പറയാൻ പറ്റാതെ ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവപ്പെട്ട വിഷയമല്ലേ? അപ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് SNDP യൂണിയനിലെ മലപ്പുറം ജില്ലയിലെ നേതാക്കന്മാർ ഈ വിഷയം ഉയർത്തിയില്ല? നന്ന ചുരുങ്ങിയത് മലപ്പുറം ജില്ലയുടെ പുറത്തു പോയിട്ടെങ്കിലും അവർക്കൊന്നും പറയാമായിരുന്നല്ലോ. മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കായിരുന്നല്ലോ, ഞങ്ങളിങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. ഈ SNDP യൂണിയൻ അവരെന്തുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല? ഒരു സംഘടനയാകുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നത്തെ ജനങ്ങളുടെ മുമ്പിൽ, ഭരണാധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള അവരുടെ പ്രാഥമിക ബാധ്യതയാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം അവരത് ചെയ്തില്ലെന്നൊരു പ്രശ്നമുണ്ടല്ലോ. അതൊന്നുമല്ല വിഷയം. ഒന്ന് ഇയാളുടെ വർഗീയത, നേരത്തെ പറഞ്ഞ ഈ മുൻവിധികൾ അലങ്കാരമാക്കി ജീവിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. അത് നമുക്ക് 35 വർഷമായി ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടെന്ന് ഇങ്ങേര് തന്നെ പറയുന്നുണ്ട്. ഇത്രയും കാലത്തെ ഒരു ദീർഘകാലത്തെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള മനുഷ്യൻ പോലും ഇത്ര കുടുസായിട്ടാണ്, ഇത്രമേൽ മുൻവിധിയോടെയാണ് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. വളരെ സങ്കടകരമായുള്ള കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് ഇയാളെപ്പോലുള്ള മനുഷ്യർ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ നമ്മളിവിടെ പലവട്ടം പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ എന്തും പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ BNS ഭാരതീയ ന്യായ സംഹിത 196 പ്രകാരം 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതെന്താണ്? ഈ BNS എന്ന് പറയുന്നത് ഡിസാർമണി, എൻമിറ്റി, ഹെയ്റ്റ് ഇത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിറ്റ്വീൻ പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ് ആൻഡ് റീജിയൻ എന്ന് വളരെ കൃത്യമായിട്ട് BNS പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ BNS 196 അപ്ലൈ ചെയ്യാവുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത്. പോലീസ് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. പോലീസിന് സ്വമേധയാ കേസെടുക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടാവില്ല. ദിവ്യ പറഞ്ഞ പോലെ പരാതികൾ ധാരാളം പോയിട്ടുണ്ട്, അതിൽ നടപടി എടുക്കുമെന്ന് തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള ഹെയ്റ്റ് മോങ്കേഴ്സിന് അവർക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത് മറികടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ എളുപ്പം മറികടക്കാൻ പറ്റുന്ന കാര്യം. മുൻവിധികളാൽ ഭരിക്കപ്പെടുന്ന, മുൻവിധികൾ തിന്ന് ജീവിക്കുന്ന മനുഷ്യർ ആ മുൻവിധികളിൽ ജീവിച്ചിങ്ങനെ പോവുക എന്നുള്ളത്. ഇപ്പോൾ ഈ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം മുസ്ലിങ്ങൾ ധാരാളമുള്ള സ്ഥലം എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. ഇത് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി, ഏറ്റവും ജനസംഖ്യയുള്ള UP യിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾ സുരക്ഷിതരല്ല. ഇത് നോക്കൂ, കേരളത്തിലെ സംഖ്യകളും ക്രസംഖ്യകളും നിരന്തരമായി പ്രചരിപ്പിക്കുന്നൊരു കാര്യമാണ്. മുസ്ലിങ്ങൾ അവർ എണ്ണത്തിൽ കൂടിയാൽ നമുക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല കേട്ടോ, മതേതരത്വം ഉണ്ടാവില്ല കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നോക്കൂ, കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനെ വാഴിക്കാനുള്ള ചടങ്ങ് എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് ലെബനനിലാണ് നടന്നത്. നമ്മുടെ സർക്കാർ പ്രതിനിധികളടക്കം അവിടെ പോയി. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണത്. അവിടെയാണ് ഈ സഭയുടെ ആസ്ഥാനം
നിൽക്കുന്നത്. അത് ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായി അവിടെ തന്നെയാണ്. കാൽഡിയൻ സഭ, കേരളത്തിലടക്കം ആളുകളുള്ള സഭയാണ് കാൽഡിയൻ സഭ, കൽദായ സഭ. കൽദായ സഭയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ബഗ്ദാദിലാണ്. നോക്കൂ, പൗരസ്ത്യ സഭകളുടെ എല്ലാം ആസ്ഥാനങ്ങൾ, ഏറ്റവും വിശിഷ്ടമായ കാത്തഡ്രൽസൊക്കെ നിൽക്കുന്നത് എവിടെയാണ്? ഈ ലെബനനിലും സിറിയയിലും ബാഗ്ദാദിലുമാണ്. അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന പ്രചാരണം ഇവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നോക്കൂ, ഈ പ്രചാരണം, ഇതും കൂടെ പറഞ്ഞ അവസാനിപ്പിക്കും, ഈ പ്രചാരണം നടത്തുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ നിരന്തരമായ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ ഇങ്ങനെ നിരന്തരമായ പ്രചാരണം അവരവരുടെ കമ്മ്യൂണിറ്റിയോട് നടത്തുമ്പോൾ അത് മുസ്ലിങ്ങളെ ബാധിക്കുമെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ബാധിക്കുന്നതൊക്കെ ഉണ്ടാകാം. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് മുസ്ലിങ്ങളെ ബാധിക്കുന്നതിനേക്കാൾ അധികം ബാധിക്കുന്നത് അവരവരെ തന്നെയാണ്. ഒരൊറ്റ കാര്യമാണ്, ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 27% ഒരു ജനസമൂഹമാണ് മുസ്ലിങ്ങൾ. അവരോട് അടുക്കാൻ പറ്റില്ല, അവരോട് സൗഹൃദം ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ അതാണല്ലോ ഈ സഭകൾ പഠിപ്പിക്കുന്നതാണല്ലോ, സൗഹൃദം ഉണ്ടാകരുത്, സൗഹൃദം അപകടമാണോ, ലവ് ചെയ്യുക, അതാണ്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ തന്നെ കുഞ്ഞുങ്ങൾ അവരന്തർമുഖരായി മാറുകയാണ് ചെയ്യുന്നത്. അവർ ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു ചിന്ത വെച്ച് പുലർത്താൻ പറ്റാതെ ഒരുതരം ഭയത്തിൽ, ഒരുതരം അന്തർമുഖത്വത്തിൽ അതിലൂടെ ജീവിക്കാൻ ഇവരെ തള്ളിവിടുകയാണ് ചെയ്തത്. നോക്കൂ, കേരളത്തിൽ 27% കമ്മ്യൂണിറ്റി അവർ സംരംഭകത്വത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, വ്യാപാരത്തിൽ മുന്നിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ്, ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾക്ക് പ്രശ്നമാണ്, അവരപകടമാണ്, അവർ കുഴപ്പമാണ്. ഈ ചിന്ത എല്ലാ ദിവസവും ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ അത് നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ 27% വരുന്ന ഒരു ജനസമൂഹം നമുക്ക് അപകടമാണ് എന്ന ചിന്തയിൽ നമ്മുടെ കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞിനെന്താണ് സംഭവിക്കുക? ആ തലമുറക്ക് എന്താണ് സംഭവിക്കുക? അവരിൽപ്പെട്ട ആൺകുട്ടിയോട് സംസാരിക്കരുതെന്ന് പെൺകുട്ടികളോടും, അവരിൽപ്പെട്ട പെൺകുട്ടിയോട് സംസാരിക്കുന്ന ആൺകുട്ടികളോടും വേദപഠന ക്ലാസ്സിൽ ഉത്ബോധിപ്പിക്കുമ്പോൾ, ഒരു പിതാവ് ഒരു മതമേലധി ഉത്ബോധിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അവരുടെ മാനസികാരോഗ്യത്തിൽ എന്താണ് സംഭവിക്കുക? അത് നോക്കൂ, ഏത് സമൂഹമാണെങ്കിലും, മുസ്ലിങ്ങളോടൊന്നല്ലേ, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗിവൺ പോപ്പുലേഷൻ അവരപകടമാണ്. അവരോട് അടുക്കരുത്, അവരുള്ള പ്രദേശങ്ങളിൽ പോകരുത്, അവരോട് ബന്ധപ്പെടരുത്, അവരെ പ്രണയിക്കരുത്, അവരുമായിട്ട് സൗഹൃദം ഉണ്ടാവരുത്, അവരുമായിട്ട് കച്ചവടം ഉണ്ടാകരുത്, അവരുടെ കടയിൽ നിന്ന് സാധനം മേടിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള പ്രബോധനങ്ങൾ നിരന്തരം കേട്ടുകൊണ്ട് വളരുന്ന ഒരു തലമുറ അവരൊരു മുരടിച്ച തലമുറയാകുകയുള്ളൂ, അന്തർമുഖരായ തലമുറയാകുകയുള്ളൂ, സ്വയം നശിക്കുന്ന തലമുറയാകുകയുള്ളൂ. അതുകൊണ്ട് ഇവരോട് വളരെ വളരെ സൗഹൃദത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഹെയ്റ്റ് മോങ്കേഴ്സിനോട്, ഇത്തരം പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെയാണ്, നിങ്ങളുടെ തലമുറ തന്നെയാണ് നശിപ്പിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ് നിഷാദ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മറ്റൊരു ജില്ലയ്ക്കുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവർ മലപ്പുറത്തിന് കണ്ടിരിക്കുന്നത്? അത് ഈ ദൗസർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഒരുപാട് പേർ അവിടെ അധിവസിക്കുന്നു എന്നത് മാത്രമാണോ? മലപ്പുറത്തിന് പ്രത്യേകമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഒരു മുസ്ലിം വിരുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാവശ്യമായ പ്രൊപ്പഗൻഡയ്ക്ക് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം. അതൊരു പ്രധാനപ്പെട്ട രാജ്യത്ത് തന്നെ ടൂളാണ് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വെള്ളാപ്പള്ളി ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാതെ വെള്ളാപ്പള്ളിക്ക് മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലും മുൻവിധി ഉണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. 30 വർഷമായി സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന, കേരള രാഷ്ട്രീയത്തിൻ്റെ അരികും മൂലയും അറിയാവുന്ന, ഇവിടുത്തെ സാമുദായിക ഘടനയെക്കുറിച്ച് അറിയാവുന്ന, കേരളം എന്ന രാഷ്ട്രീയ സാമൂഹ്യ ഭൂമികയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വെള്ളാപ്പള്ളി ഒരിക്കലും വിചാരിക്കുന്നുണ്ടാവില്ല ആത്മാർത്ഥമായി മലപ്പുറം കുഴപ്പമാണെന്ന്. കേരളത്തിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈഴവർക്കോ ക്രിസ്ത്യാനികൾക്കോ മറ്റേതെങ്കിലും ജാതി വിഭാഗങ്ങൾക്കോ ഉണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, അതിനെ മുൻനിർത്തിക്കൊണ്ട്, മലപ്പുറത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ പറയുന്ന ചില വാചകങ്ങൾക്ക് കച്ചവട താല്പര്യം, മൂല്യമുണ്ട്. ഞാനിപ്പോൾ ചേർന്ന് നിൽക്കുന്ന ധാര ഏതാണ്? അത് ഹിന്ദുത്വ വർഗീയതയുടേതാണ്. അവർക്ക് കൈയടിക്കാൻ കഴിയുന്ന, അവരുടെ കൂടെയാണ് ഞാൻ എന്ന് അവർക്ക് തോന്നാൻ കഴിയുന്ന, നമ്മളൊക്കെ ഒരു ടീമാണ് എന്ന് അവർക്ക് സന്ദേശം കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വർത്തമാനം പറയുക. അതിന് ഏറ്റവും നല്ല ഉപകരണങ്ങളിലൊന്ന് മലപ്പുറത്തെക്കുറിച്ച് 4 പറയുക എന്നതാണ്. അപ്പോൾ ആ മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാൻ എന്ത് കാര്യം? മലയാളിക്ക് അറിയാത്തതാണോ മലപ്പുറത്തെക്കുറിച്ച്? മലപ്പുറത്തിൻ്റെ പ്രശ്നം കൊണ്ട് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ ഏതെങ്കിലും ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ടോ? മലപ്പുറം ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആയതുകൊണ്ട് അവിടെ ജീവിക്കാൻ കഴിയാത്തതിൻ്റെ, അതിൻ്റെ പേരിൽ ഓടിപ്പോവേണ്ടി വന്നതിൻ്റെ, അതിൻ്റെ പേരിൽ പീഡനം സഹിക്കേണ്ടി വന്നതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു കേസ് പോലും വസ്തുതാപരമായി നമ്മുടെ മുമ്പിലില്ല എന്നിരിക്കെ ഇതിനെ നമ്മൾ ഡിസെക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇതാണ്,
വെള്ളാപ്പള്ളി നടേശൻ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ആളായി മാറിയിട്ട് കുറേ കാലമായി. അപ്പോൾ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും നിരന്തരമായി വർഗീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാൻഹോളിനകത്ത് ഇറങ്ങി മരിച്ചുപോയ നൗഷാദിന് കൊടുത്ത പ്രതിഫലം ഒരു ഹിന്ദുവിന് കിട്ടുമായിരുന്നോ എന്ന ചോദ്യം ആദ്യമായി മലയാളിയോട് ചോദിച്ച് അദ്ദേഹം ഞെട്ടിക്കുകയാണ് ചെയ്തത്. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന കസേര ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിലെ ഒരു പിന്നാക്ക സമുദായത്തിൻ്റെ സമുദായ സംഘടനയുടെ തലപ്പത്താണ്. അതിന് അവകാശങ്ങൾ കിട്ടിയിട്ടില്ല എന്നിരിക്കുക. അപ്പോൾ മുസ്ലിം സമുദായത്തെ അദ്ദേഹം പഴിചാരുന്നുണ്ടല്ലോ. മുസ്ലിം സമുദായത്തിനും പൂർണ്ണമായും അതിൻ്റെ അവകാശം കിട്ടാത്തൊരു സമുദായമാണ്. പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിയാതെ പോയ ഒരു സമുദായമാണ് ഇപ്പോഴും. ഈഴവ സമുദായത്തിൻ്റെ കാര്യവും അതുതന്നെയാണ്. സർവ്വമേഖലകളിലും മതിയായ പ്രാതിനിധ്യം കിട്ടാതെ ഇപ്പോഴും അനീതി അനുഭവിക്കുന്ന രണ്ട് സമുദായങ്ങളാണ് അവന്നിരിക്കെ, ഒരുമിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട സമുദായങ്ങളാണ് എന്നിരിക്കെ അതിനകത്ത് അദ്ദേഹം ഒരു എതിർനിലപാട് സ്വീകരിക്കുകയും മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യാണ്. യഥാർത്ഥത്തിൽ ആരോടാണ്, ഏതിനെക്കുറിച്ചാണ്, ഏതനീതിയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന കാര്യം അദ്ദേഹം എന്ത് ചെയ്യാണ്, മറച്ചു വയ്ക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം തികച്ചും വ്യക്തിപരമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇപ്പോൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടും അവരുടെ കക്ഷി രാഷ്ട്രീയ സംഘടനയും അതിൻ്റെയൊക്കെ അതിജീവനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടാണ്. അല്ലാതെ ഇതിനകത്ത് ഈഴവ സമുദായത്തിൻ്റെ എന്തെങ്കിലും പൊതുവായ താല്പര്യം അടങ്ങിയിരിക്കുന്നു എന്ന് പറയാനേ കഴിയില്ല. കാരണം നേരത്തെ ഔസേ പറഞ്ഞ പോലെ മലപ്പുറത്തെ SNDP യോഗത്തിൻ്റെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ആർക്കെങ്കിലുമോ യോജിക്കാനേ കഴിയാത്തൊരു കാര്യം അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് പൊതുവികാരമല്ല അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എന്താണ്, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള രാജ്യസഭാംഗങ്ങളിൽ പാതിയും മുസ്ലിങ്ങളാണ്, ഈ അനുപാതം എങ്ങനെ ശരിയാവും? അപ്പോൾ അദ്ദേഹം വെറുതെ ആലോചിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം മുസ്ലിം പോപ്പുലേഷൻ്റെ ആനുപാതികമായ പ്രാതിനിധ്യം രാജ്യസഭയിൽ മുസ്ലിങ്ങൾക്കുണ്ടോ? പാഴ പോലും ഇല്ല മുസ്ലിങ്ങൾക്ക്. ലോക്സഭയിലുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിൽ മേഖലയിലുണ്ടോ? ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം കേരളത്തിലേക്ക് നോക്കൂ, ഈഴവർക്ക് എന്തുമാത്രം പ്രാതിനിധ്യമുണ്ട്, നായന്മാർക്ക് എന്തുമാത്രം പ്രാതിനിധ്യമുണ്ട്. നായർ കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ എന്തുമാത്രമാണ്, ഈഴവരുടെ എന്തുമാത്രമാണ്. പ്രാതിനിധ്യത്തിൽ നായൻ സമൂഹം എവിടെയാണ്, ഈഴവരെവിടെയാണ്? അദ്ദേഹത്തിനെക്കുറിച്ച് ശബ്ദിക്കില്ല. എന്നിട്ട് അദ്ദേഹം ഒരു വ്യാജകഥ ഉണ്ടാക്കി പറയുകയാണ്, മുസ്ലിങ്ങൾ സഭയെടുത്തും ഓവർ പ്രാതിനിധ്യം എടുക്കുകയാണ് എന്ന് പറയുന്നൊരു ഉദ്ദേശം എന്താണ്? വർഗീയത പറയുക, വ്യാജം പറയുക, തെറ്റായ പ്രതീതി വരുത്തി വർഗീയത സൃഷ്ടിക്കുക. അതാണ് ഏറ്റവും അവസാനം മലപ്പുറം കുഴപ്പമാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ എനിക്കും എൻ്റെ ആൾക്കും മടിയില്ല എന്ന് സന്ദേശം കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, ഗോകുലം ഗോപാലിനെ ED വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് വർത്തമാനം പറയുന്ന ഒരു സിനിമ പിടിച്ചു എന്ന കുറ്റത്തിനാണ്. അങ്ങനെ ഗോകുലത്തെ നിങ്ങൾ വേട്ടയാടുമ്പോൾ നിങ്ങളുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ ബദ്ധവൈരിയാണ് ഗോകുലം ഗോപാൽ, ഞാനൊക്കെ നിങ്ങളുടെ കൂടെയാണ് എന്നൊരു പ്രത്യേക സന്ദേശം കൊടുക്കാനുള്ള ഉദ്ദേശവും കൂടി ഇതിനകത്തുണ്ടോ സംശയിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ SNDP യോഗത്തിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്താണ് അവിടുത്തെ ജില്ലാ യൂണിയൻ അതിനകത്ത് വിശദീകരണം കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട ബാധ്യത ആർക്കാണ്? സർക്കാരിനാണ്. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ഭരിക്കുന്നു എന്ന് പറയുന്നത്, ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാ മൂല്യങ്ങളെയും നിലനിർത്തി ഭരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭരണകൂടം അല്ലെ ആദ്യം ഉത്തരം പറയേണ്ടത്. ഈ ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഒരു പ്രത്യേക സമുദായം ഏതെങ്കിലും തരത്തിൽ ഓവർ ഡോമിനേഷൻ പ്രശ്നം എടുക്കുന്നു, എന്നിട്ട് ആരെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന ഇഷ്യൂ ഉണ്ടെന്ന ചോദ്യത്തിന് കേസെടുക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയമായ മറുപടി വെള്ളാപ്പള്ളി നടേശനോട് പറയണ്ടേ? നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ വർഗീയമായ വർത്തമാനം പറയാൻ പാടില്ല, ഈ സംസ്ഥാനത്ത് ഒരിടത്തും അങ്ങനെ പ്രശ്നമില്ല പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കൃത്യമായ നിയമ നടപടി എടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷേ അത് സ്വീകരിക്കുന്നു വിചാരിക്കാൻ ഇപ്പോൾ നിവൃത്തിയൊന്നുമില്ല. സർക്കാർ പലതരത്തിലുള്ള ബാലൻസിങ് പൊളിറ്റിക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെ അദ്ദേഹം ഒരു സമുദായ രാഷ്ട്രീയത്തിൽ വലിയൊരു ടവറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അറിയില്ല. പക്ഷേ CPM-നെ പോലെ ഒരു റൂളിംഗ് പാർട്ടിക്ക് അതിനകത്ത് ബാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അദ്ദേഹം ഇടയ്ക്ക് CPM-നെ പുകഴ്ത്തുമല്ലോ, പിണറായി വിജയനെ പുകഴ്ത്തും. പിണറായി വിജയനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അജയ്യനായ നേതാവ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത വാർത്താ സമ്മേളനത്തിൽ മോദിയെ പുകഴ്ത്തും. പിണറായി വിജയൻ്റെ പൊളിറ്റിക്സിനെയും പിണറായി വിജയൻ്റെ ഭരണ മികവിനെയും കുറിച്ച് അദ്ദേഹം നല്ല വാചകം പറയും. അത് കഴിഞ്ഞ് പറയും മലപ്പുറം വർഗീയമാണ്, കേരളത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന വ്യാജം പറയും. CPM ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ഈ ഒരാൾ, അയാൾ സത്യത്തിൽ ആരാണ് ഞങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആൾ? ഞങ്ങളുടെ ഭരണം ഗംഭീരമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ CPM കൊള്ളാം, പിണറായി വിജയൻ നല്ല നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ സത്യത്തിൽ ഒരു വർഗീയവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ, നമ്മളെ ഭിന്നിപ്പിക്കാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാളെപ്പോലുള്ള ആളുകളുടെ പിന്തുണയെ വാല്യൂ ചെയ്യാൻ പാടില്ലെന്നും അത്തരം ആളുകളെ PC ജോർജിന് സമാനമായിട്ടേ കാണാൻ പാടുള്ളൂ എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഇപ്പുറത്തൊരു PC ജോർജായിട്ട് സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നുവെന്ന പ്രിവിലേജ് വെച്ചുകൊണ്ട് നമ്മളൊരു ഇളവ് കാണിക്കാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ഈ ചുറ്റും, അതായത് നമുക്കിടയിൽ വലിയ തോതിൽ മനുഷ്യരെ വർഗീയവാദികളാക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യൻ വർഗീയവാദിയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ നാട്ടിൽ. കാരണം നോക്കൂ, വഖഫ് ബില്ല് മുസ്ലിങ്ങളുടെ എന്തോ ഭീകരത, മുത്തലാഖ് ബില്ല് മുസ്ലിങ്ങളുടെ ഭീകരത, സകലയിടത്തും ഒരു മുസ്ലിം അപരത്വം സൃഷ്ടിച്ചുകൊണ്ട് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാഞ്ചല്യം ഉണ്ടായിപ്പോയാൽ നമ്മൾ മുസ്ലിം വിരുദ്ധനായി പോകും. ആ നിലയ്ക്കുള്ള അന്തരീക്ഷമുണ്ട്.
അപ്പോൾ അതിനകത്തൊരു സൂക്ഷ്മതയോടെ ഇടപെടുക, കർശനമായ സന്ദേശം കൊടുക്കുക എന്ന ബാധ്യത ഗവൺമെൻറ് നിറവേറ്റുമെന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ട് എത്രയോ കാലമായി. അദ്ദേഹം ഒരു വലിയ ഒരു സമുദായത്തിൻ്റെ, വലിയ ആചാര്യന്മാർ ഉണ്ടായിരുന്ന ഒരു സമുദായത്തിൻ്റെ പിന്നീടുള്ള ഒരു കാലത്തെ നായകനായിട്ടിരിക്കുകയാണ് എന്ന കാര്യം അദ്ദേഹം വിസ്മരിച്ചു കഴിഞ്ഞു. അത് അവരുടെ ദൗർഭാഗ്യം. പക്ഷേ ആ സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള ആനുകൂല്യം ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കാതിരിക്കാൻ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ബാധ്യതയുണ്ട്. ആ കാര്യത്തിൽ ഭരണകൂടം നേരാമണ്ണമുള്ള നടപടിയെടുത്താൽ ആ സമുദായം ഒന്നാകെ ഇളകി വരുമെന്നുള്ള അനാവശ്യമായ ഭയപ്പാടൊന്നും വേണ്ടെന്ന് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. യെസ്, തീർത്തും തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങൾ തന്നെയാണ് മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ നേതാവ് പറഞ്ഞ അതേ അഭിപ്രായമാണോ മലപ്പുറത്തെ ഈഴവ വിഭാഗങ്ങൾക്ക് ഒന്നാകെ ഉള്ളത് എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയൊരു വിശദീകരണം കൂടി വരേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇതിൽ സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് നടപടിയെടുക്കും എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്.